ഹലോ ഗൈസ്, 2026 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുതുക്കിയ പട്ടിക ജനൻ ടി വി പുറത്തുവിട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാനത് നെഹ്റു എവിടെ മനെ? നെഹ്റുവിനെ കണ്ട? നെഹ്റു അന്ന് അമ്മാവന്റെ മോടെ കല്യാണത്തിന് പോയത് കൊണ്ട് ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരമല്ലേ, ഉത്തരവാദിത്തം കാണിക്കണ്ടേ? നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറിയതുകൊണ്ട് നെഹ്റു ഔട്ട്. ഓക്കെ, ശരി. അബുൽ കലാം ആസാദിനെ കണ്ട? ഇല്ല, ആസാദില്ല. ആസാദ് എവിടെ പോയി? അന്ന് വെള്ളിയാഴ്ച ജുമാ ഉള്ളതുകൊണ്ട് ആസാദ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് അബുൽ കലാം ആസാദ് ഔട്ട്. പോട്ടെ. ഇവർ രണ്ടുപേരും വേണ്ട, നെഹ്റു വേണ്ട, ആസാദും വേണ്ട. ഗാന്ധിജി ഗാന്ധിജി ഉണ്ട്. സൈഡിൽ കിടക്കുകയാണല്ലോ പടച്ചോനെ, വേണ്ടാത്ത ട്രൗസർ പോലെ പെരപ്പുറത്ത് വാരി ഇട്ടിരിക്കുകയാണല്ലോ ഗാന്ധിജി. എന്തായാലും ഗാന്ധിജി ഉണ്ട്. എടാ, ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആരാടാ? ഈ പള്ളിദോസ്ഥാന്റെ തൊപ്പിയൊക്കെ ഇട്ടുണ്ട് ഫ്രണ്ട് ഇരിക്കുന്നത് ഇതാരാ? ഇത് മറ്റേ പുള്ളിയല്ലേ? അവസാനത്തെ മാപ്പിൽ ഒരു വാക്യമുണ്ട്, ഡോക്ടറോട് പറഞ്ഞു. അവസാനത്തെ മാപ്പിൽ പറയുന്നത്, എന്നെ വിട്ടയച്ചാല് എന്റെ മാത്രം പിന്തുണയല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പു തരാനായിട്ട് എനിക്ക് കഴിയും. ഇയാളാണ് കേട്ടോ നാളെ ഭാരതരത്ന ആവാൻ പോകുന്നത്. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതിയാണ്. എന്തായാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാനുള്ള നല്ല ദിനമാണ്. ഒന്ന്, നമ്മുടെ സ്വാതന്ത്ര്യദിനം. രണ്ടാമത്തത്, ജനൻ ടി വിയുടെ സ്വാതന്ത്ര്യദിന പട്ടികയിൽ ഗാന്ധിജി ഉൾപ്പെട്ടെന്ന് പറഞ്ഞ ഇതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത, സമ്പത്ത് വരെ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെലവഴിച്ചവർ ഒറ്റ മനുഷ്യന്മാരും പേരില്ല. പിന്നാരാ? ഈ മുടിയനായ പുത്രനും എന്റെ പിന്നിലുള്ള 10,000-കണക്കിന് വരുന്ന യുവാക്കളും ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തവനൊക്കെ ഫ്രണ്ടിൽ മാറി തൊപ്പിയിട്ടുണ്ട് ഇങ്ങനെ എളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവരുടെയൊക്കെ സ്നേഹം, രാജ്യസ്നേഹം. അന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യർക്കാണ് പുതിയ ചരിത്രം എഴുതേണ്ടത്, അഭിനവ രാജ്യസ്നേഹം കാണിക്കേണ്ടി വരുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, ജനാധിപത്യ മതേതരത്വ മൂല്യം ഉൾക്കൊള്ളുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഒരടിപൊളി സ്വാതന്ത്ര്യദിനാശംസകൾ.